ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് വളരെ നല്ലൊരു ടിപ്പായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്ന ബെല്ലൈക്കണോട് എന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഇവിടെ കുറച്ച് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം അവിടെ ഒന്ന് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ശകലം വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കുന്നു, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബേക്കിംഗ് സോഡയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഡിഷ് വാഷ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് മെഡിസിൻ്റെ ആ കവറിനകത്തോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസറിലോട്ട് വെച്ചൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്ന ഡിഷ് വാഷാണ്, പ്രില്ലാണ് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കുന്നു, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ബേക്കിംഗ് സോഡയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഡിഷ് വാഷ് മാത്രമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് മെഡിസിൻ്റെ ആ കവറിനകത്തോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസറിലോട്ട് വെച്ചൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 2-3 മെഡിസിൻ്റെ കവറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുന്നു. അപ്പോൾ ഞാനിത് രാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് രാവിലെയാണ് പിന്നീട് എടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളതൊരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടാബ്ലറ്റ് എല്ലാം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടൊരു സ്പോഞ്ചിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പ് ഒന്ന് നന്നായിട്ട് ക്ലീനാക്കി കാണിക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ടാബ്ലറ്റ് ഒന്നിൽ ആ സ്ട്രിപ്പോട് കൂടി ഫ്രീസറിൽ വെക്കുക. ആവശ്യമുള്ളപ്പോൾ ഇളക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ അത് ഇളക്കി എടുത്തിട്ട് ഡപ്പയ്ക്കകത്ത് ഇട്ടിട്ട് ഫ്രീസറിൽ തന്നെ വെക്കുക. അല്ലെങ്കിൽ ഫ്രിഡ്ജിന് താഴെ വെക്കുക. തണുപ്പ് വേണം, അല്ലെങ്കിൽ നമ്മൾ വെളിയിലിരുന്ന് ചൂടിടിക്കുന്നുണ്ടെങ്കിൽ അത് മെൽറ്റ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഇതുപോലെ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ആ ഉണ്ടാക്കിയ ലോഷൻ സിങ്കിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റ് മാത്രമല്ല, സിറപ്പൊക്കെ ഉണ്ടാവും. അതും ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കഴുകിയെടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണാം, നല്ല സിങ്കാണ്, നല്ലതായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്, നല്ലതായിട്ട് തിളക്കം കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പം നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റൊക്കെ വെറുതെ എടുത്ത് കളയാതെ ഇതുപോലെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സിങ്കൊക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് കൈയൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്നവർക്ക് ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ്.
ഇനിയും ആണെ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സിങ്കൊക്കെ നല്ലതായിട്ട് നമ്മൾ ഇടുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ലോഷൻ ഒഴിച്ചു കൊടുക്കുക, അതിലോട്ട് സിങ്കിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ രാവിലെ വന്നിട്ട് അത് കഴുകി കളഞ്ഞാൽ മതി, വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞാൽ മതി. അല്ലല്ലോ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി വെച്ച് ടാബ്ലറ്റ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് സിങ്കിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് രാവിലെ വന്ന് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെറു പ്രാണികളും ഒന്നും ശല്യം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അറിയാം, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പ്രാണികളും ഒക്കെ വരികയൊക്കെ ചെയ്യും. പാറ്റയൊക്കെ വരും, ആ സിങ്കിനകത്തോട്ടൊക്കെ കയറി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണ്. ഇതിൻ്റെ മണമൊന്നും ഈ പ്രാണികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അതേപോലെ ടോയ്ലറ്റ് ആകട്ടെ, ബാത്റൂമൊക്കെ ആയിട്ട്, ബാത്റൂമിൻ്റെ ടൈലൊക്കെ ആയിട്ട് ക്ലീൻ ആക്കാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് ഈ ലോഷൻ. നമ്മളുണ്ടാക്കിയ ആ മെഡിസിൻ്റെ ലോഷൻ. അല്ലെങ്കിൽ ആ ടാബ്ലറ്റ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ക്ലോസറ്റിൽ കൊണ്ടിടുന്നുണ്ട്. എന്നിട്ട് അത് രാത്രി ഇട്ടിട്ട് നമുക്ക് രാവിലെ വന്നിട്ട് നമുക്കത് ഫ്ലഷാക്കി കളയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇടുമ്പോഴും ആ ടോയ്ലറ്റൊക്കെ നല്ല ക്ലീനായിട്ട് വരും. അതേപോലെ ഡാർക്ക് ഈ ഒരു സ്റ്റെയിൻ പോലെ, യെല്ലോ സ്റ്റെയിൻ പോലെ വരുന്നതൊക്കെ അതൊക്കെ ഒഴിവാക്കി കിട്ടും. നല്ലൊരു ഷൈനിങ് തരും നമ്മുടെ ടോയ്ലറ്റിന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ടാബ്ലറ്റ് എന്തായാലും എല്ലാ വീട്ടുകളിലും ഉണ്ടാവും. നമ്മൾ അത് കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയാവുന്നതാണ്. ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുക. ഫാമിലിക്കും ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.